നമസ്കാരം, നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ചങ്ങരംകുളം ഉദിനുപറമ്പിൽ കഴിഞ്ഞ ദിവസം നടന്ന അക്രമ സംഭവങ്ങളിൽ 3 പേർ അറസ്റ്റിൽ. ചങ്ങരംകുളം സ്വദേശി കറുപ്പം വീട്ടിൽ ബാദുഷ, ചാവക്കാട് സ്വദേശി പൊന്നുപറമ്പിൽ നിജിത്ത്, കുന്നംകുളം കാട്ടകാമ്പാൽ സ്വദേശി ചെറുവള്ളിയിൽ മണികണ്ഠൻ എന്നിവരെയാണ് ചങ്ങരംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. തിങ്കളാഴ്ച രാത്രി 8 മണിയോടെയാണ് ഉദിനുപറമ്പിൽ താമസിച്ചിരുന്ന ബാദുഷയുടെ നേതൃത്വത്തിലുള്ള സംഘവും പ്രദേശത്തെ യുവാക്കളും തമ്മിൽ വാക്കേറ്റവും സംഘർഷവും ഉണ്ടാകുന്നത്. നാട്ടുകാരായ യുവാക്കളുടെ ബൈക്കുകളിൽ കാറിടിച്ചു കയറ്റിയതോടെ നാട്ടുകാർ ഇടപെടുകയായിരുന്നു. തുടർന്നാണ് കാര്യങ്ങൾ ചോദിച്ചറിയാനായി എത്തിയ പൊതുപ്രവർത്തകനും കർഷക കോൺഗ്രസ് നേതാവുമായ സുബൈറിനെ വെട്ടേറ്റത്. തടയാനെത്തിയ റാഫി എന്നയാളെയും സംഘം മർദ്ദിച്ചു. എനിക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞത് ഒരു മോട്ടോർസൈക്കിളിനെ 3 മോട്ടോർസൈക്കിൾ ഇടിച്ചു തെറിപ്പിക്കുന്ന ഒരു കാറ് ഇടിച്ചു തെറിപ്പിക്കുന്ന രംഗമാണ് കാണാൻ കഴിഞ്ഞത്. ആ രംഗത്ത് ഞാൻ എന്റെ വണ്ടി സൈഡാക്കിയിട്ട് ചോദ്യം ചെയ്തേക്കുമ്പോ ഈ ചോദ്യം ചെയ്യുന്ന ബാക്കിൽ നിൽക്കുന്ന ആള് വടിവാളാണോ വാളാണെന്ന് വ്യക്തമായിട്ട് അറിയില്ല. വാളാണെന്ന് എന്റെ ഒരു വിശ്വാസം. ആ വാള് വെച്ച് എന്നെ വെട്ടുകയും അതിന് എന്റെ ബാക്കിലുണ്ടായിരുന്ന ആള് തടുക്കാൻ നോക്കുമ്പോ അയാള് ചവിട്ടും, അതുപോലെ തന്നെ നാവിക്ക് ഇടിക്കും, മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത്, അതുപോലെ തന്നെ മോട്ടോർ വരുന്നുള്ള പയ്യൻ താഴെ വീണ് അവർക്കും പരിക്ക് പറ്റി. അക്രമത്തിൽ പരിക്കേറ്റ 3 പേരെ നാട്ടുകാർ ചേർന്ന് ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവം അറിഞ്ഞെത്തിയ ചങ്ങരംകുളം പോലീസ് സംഭവസ്ഥലത്തു നിന്നു തന്നെ 3 പേരെ കസ്റ്റഡിയിലെടുത്തിരുന്നു. അറസ്റ്റിലായ പ്രതികൾ സമാനമായ നിരവധി കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടവരാണെന്നും വിവിധ സ്റ്റേഷനുകളിൽ കേസുകൾ ഉള്ളവരാണെന്നും പോലീസ് പറഞ്ഞു. പ്രദേശത്തെ ലഹരി വിൽപ്പന സംഘങ്ങളാണ് ആക്രമണത്തിന് പിന്നിലെന്നും നാട്ടിലെ സമാധാനാന്തരീക്ഷം തകർക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ലഹരിയുടെ ശരിക്കുള്ള ഒരു മുഖം എന്താന്നുള്ളതെന്ന് അറിയാൻ കഴിഞ്ഞു. അത്രയും ദയനീയമായിട്ടുള്ള ഒരു നിലപാടാണ് ഇവിടെ ലഹരിക്കാർ ചെയ്ത് കൂട്ടുന്നത്. ഇവർക്ക് ഇവിടെ കച്ചവടം നടത്തണം, എന്ത് തെമ്മാടിത്തം നടത്തണം. ഇവിടുത്തെ നാട്ടുകാരെ അനങ്ങാൻ പാടില്ല, പുറത്ത് കുട്ടികളെ ഇറങ്ങാൻ പാടില്ല, കടയിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കാൻ പറ്റില്ല, സാധനങ്ങൾ മേടിക്കാൻ പറ്റില്ല. എന്തിനു പറയുന്നത്, ഒരു 10-15 വയസ്സായ പ്രായമുള്ള കുട്ടികൾക്കടക്കം പുറത്തിറങ്ങാൻ പറ്റാത്ത, പെൺകുട്ടികൾക്കടക്കം പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ നിലവിലുള്ളത്. ഇതിനെതിരെ ശക്തമായിട്ട് ഞങ്ങൾ പ്രതികരിക്കും. ഈ ഒരു അടികൊണ്ടോ വെട്ടുകൊണ്ടോ ഇത് അവസാനിക്കില്ല. ഇത് ശക്തമായിട്ട് ഞങ്ങൾ രംഗത്തുണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. പട്ടാമ്പി മണ്ഡലത്തിലെ ശുദ്ധജല പദ്ധതികളുടെ നിർമ്മാണ പ്രവൃത്തികൾ ഉടൻ പൂർത്തിയാക്കാൻ ആവശ്യമായ നടപടികൾ വേണമെന്ന് നിയമസഭയിൽ മുഹമ്മദ് മുഹസിൻ MLA ആവശ്യപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തിയായി വരികയാണെന്ന് വകുപ്പ് മന്ത്രിയും നിയമസഭയിൽ അറിയിച്ചു. സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിച്ച് പട്ടാമ്പി മണ്ഡലത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വിവിധ കുടിവെള്ള പദ്ധതികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്ന് മുഹമ്മദ് മുഹസിൻ MLA സബ്മിഷനിലൂടെ നിയമസഭയിൽ ആവശ്യപ്പെട്ടു. പട്ടാമ്പി മുനിസിപ്പാലിറ്റിയിലെ കുടിവെള്ള പദ്ധതിയായ അമൃത്, ഓങ്ങല്ലൂർ, വല്ലപ്പുഴ സമഗ്ര കുടിവെള്ള പദ്ധതി തുടങ്ങിയവയിലാണ് സാങ്കേതിക തടസ്സങ്ങൾ ഏറെയുള്ളത്. പ്രവർത്തികൾ ഏറെ മുന്നോട്ടു പോയിട്ടുണ്ടെങ്കിലും നിരവധിയായ സാങ്കേതിക തടസ്സങ്ങളിൽ പദ്ധതി കമ്മീഷൻ ചെയ്യുന്നത് വൈകുന്ന സാഹചര്യത്തിലാണ് മുഹസിൻ MLA നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചത്. പട്ടാമ്പി നഗരസഭാ പ്രദേശത്ത് കിഴായൂര്, നമ്പ്രം, കൊടലൂര്, വള്ളൂര് കോളേജ്, വടക്കുമുറി, പട്ടാമ്പി ടൗണ്, പന്തക്കപ്പറമ്പ്, ആനങ്ങാട്, അതുപോലെ ഉമിക്കുന്ന് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഗുരുതരമായ കുടിവെള്ള പ്രശ്നം നിലനിൽക്കുന്ന സ്ഥലമാണ്. അതുമായി ബന്ധപ്പെട്ട് അങ്ങേക്ക് അപേക്ഷ തരികയും അങ്ങയോട് ആവശ്യപ്പെടുകയും ചെയ്ത് അങ്ങയുടെ കൂടി ഇടപെടലിന്റെ ഭാഗമായിട്ട് 7,74,00,000 രൂപ അമൃത് പദ്ധതിയിൽ, അമൃത് 2 ലഭ്യമാക്കിയിട്ടുണ്ട്. അത് വലിയ രീതിയിൽ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ടെൻഡർ നീണ്ടുപോയപ്പോൾ അങ്ങയുടെ ചേംബറിൽ തന്നെ ഒരു യോഗം ചേർന്ന് അത് പരിഹരിച്ചുകൊണ്ട് അതിന്റെ ആദ്യഘട്ടം ടെൻഡർ ചെയ്തു കഴിഞ്ഞു. ടാങ്ക് അടക്കമുള്ള സൗകര്യങ്ങൾ ചെയ്യാനുള്ളത് ടെൻഡർ ചെയ്തു. പട്ടാമ്പി നഗരസഭ അതിന് സ്ഥലവും ലഭ്യമാക്കി തന്നു. അപ്പൊ ആദ്യഘട്ടത്തിൽ ടെൻഡർ ചെയ്തെങ്കിലും ഇനിയും 2,74,00,000 പുറമെ ഇനിയും 2 കോടി അതിനാവശ്യമായിട്ടുണ്ട്. എന്നാലാണ് ഈ പദ്ധതിയുടെ ആദ്യഘട്ടം നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റുക. അപ്പൊ അതുകൂടി അങ്ങ് അനുവദിച്ചു തരണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. അതോടൊപ്പം ഓങ്ങല്ലൂർ, വല്ലപ്പുഴ പഞ്ചായത്തുകളിലുള്ള ജലജീവൻ പദ്ധതി ഏതാണ്ട് 90% അതിന്റെ പൂർത്തീകരിച്ചിട്ടുണ്ട്. പൈപ്പ് ലൈനിടലും അതുപോലെ തന്നെ ടാങ്കും പ്ലാന്റും എല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. പക്ഷേ റെയിൽവേ ക്രോസിംഗ് കുറച്ച് കാലതാമസം എടുത്തപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എസ്റ്റിമേറ്റിൽ മാറ്റം വന്നു.
അതുമായി ബന്ധപ്പെട്ട് കരാറ് കമ്പനിയും ഇപ്പോൾ നിലവിൽ നമ്മുടെ വാട്ടർ അതോറിറ്റിയും തമ്മിലുള്ള പ്രശ്നം കാരണം ഒരു വർഷമായിട്ട് അത് തീരുമാനമെടുക്കാതെ വലിയ സാങ്കേതിക പ്രശ്നമായിട്ട് കിടക്കുകയാണ്. പട്ടാമ്പി നഗരസഭയിലുള്ള കുടിവെള്ള പദ്ധതികൾ മുനിസിപ്പാലിറ്റി നേരിട്ട് തന്നെയാണ് നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ മുനിസിപ്പാലിറ്റിയെ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുടിവെള്ള ശൃംഖല സ്ഥാപിക്കുന്നതിനായി 7.74 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും ഇത്തരം പദ്ധതികൾ ഏറ്റെടുക്കുന്നതിന് മുനിസിപ്പാലിറ്റിക്ക് പരിമിതികൾ ഉള്ളതിനാൽ വാട്ടർ അതോറിറ്റിയാണ് പദ്ധതി ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നതെന്നും ജലവിഭവ വകുപ്പ് മന്ത്രി അറിയിച്ചു. വാട്ടർ അതോറിറ്റി തയ്യാറാക്കിയ പുതിയ എസ്റ്റിമേറ്റ് അനുസരിച്ച് 2.01 കോടി രൂപ അധികമായി ആവശ്യമുണ്ടെന്നും ഇതിന്റെ ഭരണാനുമതി അടുത്ത യോഗത്തിൽ തന്നെ ലഭ്യമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. റെയിൽവേ ക്രോസിംഗിനുള്ള അനുമതി ലഭ്യമാകാതിരുന്നതിലാണ് ഓങ്ങല്ലൂർ വല്ലപ്പുഴ കുടിവെള്ള പദ്ധതി വൈകുന്നതെന്നും അനുമതി ഇപ്പോൾ ലഭ്യമായിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. റെയിൽവേ ക്രോസിംഗിനുള്ള പൈപ്പ് ലൈനുകളിൽ റെയിൽവേ ആവശ്യപ്പെട്ട പ്രകാരമുള്ള മാറ്റങ്ങൾ വെല്ലപ്പുഴ ചെവിക്കൽ പടിഭാഗത്ത് വരുത്തിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. പട്ടാമ്പി മുനിസിപ്പാലിറ്റി നേരിട്ട് കൈകാര്യം ചെയ്യുന്ന പദ്ധതിയാണുള്ളത്. ഈ കുടിവെള്ള പദ്ധതിയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അമൃത് 2 പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടാമ്പി നഗരസഭയ്ക്ക് 7.74 കോടി രൂപയുടെ ഭരണാനുമതി നൽകി. പദ്ധതിയുടെ പുനരുദ്ധാരണ പ്രവൃത്തി കേരള വാട്ടർ അതോറിറ്റി ഏറ്റെടുക്കാൻ അമൃത് SHPCയിൽ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നഗരസഭ തയ്യാറാക്കിയ രൂപരേഖയിൽ മാറ്റം വരുത്തുകയും പദ്ധതി നടപ്പിലാക്കുന്നതിന് 2.01 കോടി രൂപ അധികമായി വേണ്ടിവരും എന്ന് മനസ്സിലാക്കുകയും അതിനാൽ അധിക ഭരണാനുമതി ലഭിക്കാനുള്ള പ്രപ്പോസൽ 7/1/2025 അമൃത് SLTC മീറ്റിംഗിൽ ചർച്ച ചെയ്യുകയും അത് നമുക്ക് ലഭ്യമാക്കാൻ കഴിയുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. രണ്ടാമത് പറഞ്ഞത് ഓങ്ങല്ലൂർ വല്ലാപ്പുഴ പദ്ധതി നബാർഡ് സ്കീമാണ്. അതിൻ്റെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയി 90% പണി കഴിഞ്ഞു. അതിന് ആവശ്യം തടസ്സമായിട്ട് റെയിൽവേയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഇപ്പോൾ ഈ ജലജീവൻ മിഷന്റെ പദ്ധതിയുടെ ഭാഗമായി റെയിൽവേ ക്രോസിനുള്ള അനുമതി നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അത് ലഭ്യമായതോടുകൂടി ആ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കുന്ന സ്ഥിതിയുണ്ട്. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ റെയിൽവേ ക്രോസിംഗ് പോയിന്റിലും മണ്ണിന്റെ ഘടനയുടെ തർക്കം ഉന്നയിച്ചുകൊണ്ട് കരാറുകാരൻ പ്രവൃത്തി ചെയ്യുന്നതിന് തടസ്സം ഉന്നയിച്ചിരിക്കുകയാണ്. കരാർപ്രകാരം ഈ പ്രവൃത്തി പൂർത്തീകരിച്ച് നൽകേണ്ടതാണെന്ന് കരാറുകാരനെ രേഖാമൂലം അറിയിച്ചെങ്കിലും കരാറുകാരൻ പ്രവർത്തിക്കാൻ വിസമ്മതിക്കുകയും ഹൈക്കോടതി കേസ് ഫയൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വല്ലപ്പുഴ പഞ്ചായത്തിലെ ചെവിക്കൽപ്പടി റെയിൽവേ ഗേറ്റിനടുത്തുള്ള കേസിംഗ് പൈപ്പിലുള്ള വിതരണ പൈപ്പ് 80 mm PVC പൈപ്പിൽ നിന്ന് 100 mm MS പൈപ്പാക്കി മാറ്റുവാൻ റെയിൽവേ അധികൃതർ ആവശ്യപ്പെട്ടതനുസരിച്ച് നടപടി സ്വീകരിച്ചു വരുന്നുണ്ട്. ജലജീവൻ മിഷൻ പദ്ധതിയിൽ ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ 174.70 കിലോമീറ്റർ വിതരണ ശൃംഖല സ്ഥാപിക്കുന്നതിനും 8,948 കുടിവെള്ള കണക്ഷൻ നൽകുന്നതിനുമായി 6,073.64 ലക്ഷം രൂപയുടെ ഭരണാനുമതി നൽകിയിട്ടുണ്ട്. ഇതിന് നാളിതുവരെ 127 കിലോമീറ്റർ പൈപ്പ് ലൈൻ സ്ഥാപിക്കുകയും 4,085 കുടിവെള്ള കണക്ഷൻ നൽകുകയും ചെയ്തു. ജലജീവൻ മിഷൻ പദ്ധതിയിൽ വല്ലപ്പുഴ പഞ്ചായത്ത് 120 കിലോമീറ്ററോളം വിതരണ ശൃംഖല സ്ഥാപിക്കുന്നതിനും 5,746 കുടിവെള്ള കണക്ഷൻ നൽകുന്നതിനുമായി 2,775 ലക്ഷം രൂപയുടെ ഭരണാനുമതി നൽകി. അതിൽ 105 കിലോമീറ്റർ വിതരണ ശൃംഖല സ്ഥാപിക്കുകയും 3,211 കുടിവെള്ള കണക്ഷൻ നൽകുകയും ചെയ്തിട്ടുണ്ട്. കൂറ്റനാട് ദേശോത്സവത്തിനിടെ ഇടഞ്ഞ ആനയുടെ പുറത്തുനിന്നും വീണ യുവാവിനെ രക്ഷിച്ച ഷഫീഖിന് നാടിന്റെ ആദരം. കക്കാട്ടിരി ജനകീയ കൂട്ടായ്മ പ്രവർത്തകരാണ് ഷഫീഖിനെ ആദരിച്ചത്. കൂറ്റനാട് ദേശീയോത്സവത്തിനിടെ ആനയിടഞ്ഞ് പാപ്പാനെ കൊല്ലുകയും വാഹനങ്ങൾ തകർക്കുകയും ചെയ്തിരുന്നു. ഇതിനിടെ ആനപ്പുറത്തിരുന്ന 3 പേർ താഴേക്ക് വീഴുകയും അതിൽ ഒരാളുടെ ബോധം പോവുകയും ചെയ്തു. കാൽച്ചുവട്ടിൽ കിടന്ന യുവാവിനെ ആന ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെയുണ്ടായിരുന്ന ഭൂരിഭാഗം ആളുകളും മൊബൈൽ ഫോണിൽ വീഡിയോ പകർത്തുന്ന തിരക്കിലായിരുന്നു. ഇതിനിടെയാണ് തൃത്താല കക്കാട്ടിരി സ്വദേശി ഷഫീഖ് തന്റെ ജീവൻ പോലും നോക്കാതെ യുവാവിനെ ആനയുടെ സമീപത്തുനിന്നും വലിച്ചു മാറ്റിയത്. ഷഫീഖിന്റെ നന്മ നിറഞ്ഞ മനസ്സിനും ധീരതയ്ക്കും അഭിനന്ദനം അർപ്പിച്ചാണ് കക്കാട്ടിരി ജനകീയ കൂട്ടായ്മ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി ആദരിച്ചത്. കറുപ്പ് ടീഷർട്ട് ഇട്ടുള്ള ഒരാളെ മാത്രമായിരുന്നു എല്ലാവരും ശ്രദ്ധിച്ചിരുന്നത്. പിന്നെ നമ്മൾ നോക്കി അറിഞ്ഞപ്പോഴാണ് ഷെഫീഖാണെന്ന് തിരിച്ചറിഞ്ഞത്. ഞങ്ങൾ അന്ന് തന്നെ ഇത് കണ്ടപ്പോൾ അവനെ കിട്ടിയാൽ ഒന്ന് കെട്ടിപ്പിടിച്ച് മുമ്പ് കൊടുക്കാമെന്നുള്ള ഒരു സാഹചര്യം. എന്തായാലും ഷെഫീഖിന് ഒരു ബിഗ് സല്യൂട്ട്. ഞാൻ ചിന്തിച്ചത് നമ്മളെ പോലത്തെ ഒരു ചെറുപ്പക്കാരനല്ലേ, നമുക്കും രക്ഷിതാക്കളില്ലേ, അവനും വെയിറ്റ് ചെയ്തിട്ട് രക്ഷിതാക്കളില്ലേ എന്നുള്ള ചിന്തയിൽ ഞാൻ പോയിട്ട് എടുത്താണ്. അല്ലാതെ വേറെ ഒന്നും വെച്ചിട്ട് നമ്മൾ പോയി ചെയ്തതല്ല. ഞാൻ തൊട്ടടുത്ത് ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റി. വേറെ ആള് ഹെൽപ്പിന് വിളിച്ചിട്ട് ഒരാൾ വന്നില്ല എന്നുള്ള ഒരു വലിയൊരു ഇതുണ്ട്. പക്ഷെ ആ ആന തിരിഞ്ഞ പാടം അവനെ എടുക്കാൻ പറ്റിയത് തന്നെ നമുക്ക് വലിയൊരു ഭാഗ്യമായിട്ട് നമ്മൾ കാണും. സിദ്ദീഖ് കക്കാട്ടിരി, ഖാദർ, മണികണ്ഠൻ, ഫൈസൽ, സുബൈർ, മുത്തു, യൂനുസ്, മണി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു.
പരതൂർ പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കയ്യുറകൾ, ബൂട്ടുകൾ എന്നിവ വിതരണം ചെയ്തു. പഞ്ചായത്തിലെ 415 തൊഴിലാളികൾക്കാണ് ഇവ വിതരണം ചെയ്തത്. ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് APM സക്കറിയ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് നിഷിത ദാസ് അധ്യക്ഷയായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഭി എടമന, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വഹീദ ജലീൽ, വാർഡ് മെമ്പർമാരായ AKM അലി, സൗമ്യ സുഭാഷ്, രജനി ചന്ദ്രൻ, P. രമണി, തൊഴിലുറപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ശിവകുമാർ, ഓവർസിയർ സജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഇനിയും ഒരുപാട് റോഡുകൾ കോൺക്രീറ്റ് ചെയ്യാനും ടാർ ചെയ്യാനുണ്ട്. നമുക്ക് 3 കോടി രൂപ ജൽജീവൻ റോഡ് മെയിൻ്റനൻസ് ചെയ്യുന്നതിന് വേണ്ടി, അതായത് ജൽജീവൻ പൈപ്പ് ഇടുന്നതിന് വേണ്ടി പൊളിച്ച ഭാഗം ശരിയാക്കുന്നതിന് വേണ്ടി നമുക്ക് അനുവദിച്ചിരുന്നു. പക്ഷേ അവർ വർക്ക് ഓർഡർ, സാമ്പത്തിക പ്രതിസന്ധി കാരണം തന്നെ ജൽജീവന് വർക്ക് ഓർഡർ കൊടുക്കാത്തത് കൊണ്ട് അവർക്ക് ആ പ്രവൃത്തി തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ആ പ്രവൃത്തി കൂടി പഞ്ചായത്തിന്റെ തലയിൽ വെച്ച് കെട്ടി ആ വലിയ ഉത്തരവാദിത്വം ബാധ്യത കൂടി പഞ്ചായത്താണ് ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വലിയ പ്രതിസന്ധിയിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മൾക്ക് നിങ്ങൾ ഈ പറഞ്ഞ കാര്യം നമുക്ക് ചെയ്യാതിരിക്കാൻ കഴിയില്ല. 2023-24 വാർഷിക പദ്ധതിയിൽ നമ്മളതിന് പൈസ വകയിരുത്തുകയും ആ സാധനം പർച്ചേസ് ചെയ്ത് ഇന്നിവിടെ വിതരണം ചെയ്യുകയാണ്. അതിനുവേണ്ടിയാണ് ഓരോ വാർഡിൽ നിന്നും 10ഓളം വരുന്ന തൊഴിലാളികളെയും നമ്മുടെ മേറ്റുമാരൊക്കെ നമ്മൾ ക്ഷണിച്ചിട്ടുള്ളത്. ആഗ്രഹസബലീകരണത്തിന് പതിറ്റാണ്ടുകളായി ആബാലവൃദ്ധജനങ്ങളും വിശ്വാസമർപ്പിക്കുന്ന തൃത്താല പൈതൽ ജാറം ആണ്ട് നേർച്ച ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ ബുധനാഴ്ച ആഘോഷിക്കും. രാവിലെ 6 മണിക്ക് മൗലീദ് പാരായണം, 7 മണിക്ക് കൂട്ടസിയാറത്ത്, ഖുർആൻ പാരായണം എന്നിവ നടക്കും. രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 12 വരെ ഭക്ഷണ വിതരണം നടക്കുമെന്ന് തൃത്താല മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ഉച്ചയ്ക്ക് 1:30 നേർച്ച കൊടിയേറ്റം മഹല്ല് പ്രസിഡന്റ് നിർവഹിക്കും. രാത്രി 9:30 നടക്കുന്ന ഗത്തം ദുആയോടെ നേർച്ച സമാപിക്കും. തൃത്താല പൈതലിന്റെ ജാറത്തിങ്കിലെ ആണ്ട് നേർച്ച എല്ലാ വർഷവും പോലെ തന്നെ ഈ വർഷം ഫെബ്രുവരി 12 ബുധനാഴ്ച നടത്താൻ തീരുമാനിച്ചു വരും ഇവരെ അറിയിക്കും. അതുപോലെ തന്നെ സുബഹി നമസ്കാരത്തിന് ശേഷം മൗലിദ്, തുടർന്ന് കൂട്ടസിയാറത്ത്, തുടർന്ന് ഖുർആൻ പാരായണം, അനുസൃതമായ ഖുർആൻ പാരായണം. രാവിലെ 9:30 മുതൽ 12 മണി വരെ, ഉച്ചയ്ക്ക് 12 മണി വരെ അന്നദാനം. തുടർന്ന് 1:30 ബഹുമാനപ്പെട്ട മഹല്ല് പ്രസിഡന്റ് കൊടികയറ്റം. ഇങ്ങനെയാണ് പരിപാടിയുടെ അവസാനം. രാത്രി 9:30 കൂടിയിട്ട് ഖത്തം ദുആ. സാന്നിധ്യം സാദരം ക്ഷണിക്കുകയാണ്. വിശ്വാസികൾക്ക്, വിശ്വാസമുള്ളവർക്ക് ഒരു ആശാകേന്ദ്രം, ഒരു അഭയകേന്ദ്രം തൃത്താല പൈതലിന്റെ ജാറ്. അവിടെ വന്ന് സിയാറത്ത് ചെയ്ത് പുണ്യം നേടുക. നിങ്ങളുടെ ഏവരെയും സാദരം ക്ഷണിക്കുന്നു. പരതൂർ പഞ്ചായത്തും വളാഞ്ചേരി നിസാർ ഹോസ്പിറ്റലും ചേർന്ന് സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് APM സക്കറിയ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് നിഷിത ദാസ് അധ്യക്ഷയായി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP ഹസൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വഹീദ ജലീൽ, വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കൊപ്പത്ത് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആര്യംപള്ളം അനുസ്മരണം സംഘടിപ്പിച്ചു. ഏരിയ കൺവെൻഷനും ചേർന്നു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പട്ടാമ്പി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നവോത്ഥാന പാതയിൽ നിരന്തരം പോരാട്ടങ്ങളിലൂടെ സ്ത്രീ വിമോചന സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ ആര്യപ്പള്ളത്തെ അനുസ്മരിച്ചത്. ഇതോടൊപ്പം അസോസിയേഷൻ ഏരിയ പ്രവർത്തക കൺവെൻഷനും സംഘടിപ്പിച്ചു. കൊപ്പം സർവീസ് ബാങ്ക് ഹാളിൽ സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടി ജില്ലാ സെക്രട്ടറി സുബേദ ഇസാഖ് ഉദ്ഘാടനം ചെയ്തു. കാരണം ഇന്നത്തെ തലമുറയ്ക്ക്, നമ്മൾ സ്ത്രീകൾക്ക് സഖാവ് ആര്യപ്പള്ളം ആരായിരുന്നു എന്നുള്ളത് കുറേയൊക്കെ അറിയാം. എന്നാൽ അന്നത്തെ കാലത്തെ സഖാവ് ആര്യപ്പള്ളം നടത്തിയ പ്രവർത്തനങ്ങൾ ഏത് വിധേനയാണ് നമുക്കൊക്കെ ഇന്നീ കാണുന്ന വിധത്തിൽ നമുക്കിങ്ങനെ കൂടിയിരിക്കാനും ഒരുമിച്ചിരിക്കാനും വിവിധ പ്രവർത്തന മേഖലകളിലേക്ക് സ്ത്രീകൾക്ക് കടന്നു വരുന്നതിനുമൊക്കെ സാധ്യമായത് എന്ന് കൂടുതൽ ആളുകൾക്കറിയില്ല. മീ ടീച്ചർ പറഞ്ഞു. ഇപ്പോൾ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ അറിയാൻ വേണ്ടി പറ്റും ആരായിരുന്നു ആര്യപ്പള്ളം. അവരുടെ പ്രവർത്തന മേഖലയെ സംബന്ധിച്ച് കുറേയൊക്കെ അതിനകത്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതിനേക്കാൾ അപ്പുറത്തേക്ക് ആര്യപ്പള്ളം ആരായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് മഹിളാ അസോസിയേഷന്റെ പ്രവർത്തകർ കൃത്യമായിട്ട് അറിയേണ്ടതുണ്ട്. നമുക്കെല്ലാം അറിയാം, ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നില്ല ആര്യപ്പള്ളം പോലെയുള്ള സഖാക്കൾ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സമൂഹത്തിൽ സ്ത്രീകൾ പ്രത്യേകിച്ച് അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങൾ.
പൊതുസമൂഹത്തിലാകെ നിരവധിയായിട്ടുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ അന്നത്തെ കാലത്ത് ജീവിച്ചിരിക്കുമ്പോൾ അവർക്കുണ്ടായിരുന്നു. ഏരിയ പ്രസിഡന്റ് എസ് മിനി അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി ED ശ്രീജ, M സുലോചന, PM ഉഷ, A ആനന്ദവല്ലി, MK സുമതി, A സുകൈന തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.